ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ്. ഹൗ ടു ഗെറ്റ് സം ഓഫ് ഫിൽറ്റർഡ് ഡാറ്റ യൂസിങ് സബ് ടോട്ടൽ ഫോർമുല. പലപ്പോഴും നമുക്കൊരു വലിയ ഡാറ്റേനൊക്കെ ഫിൽറ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സം ടോട്ടൽ നമുക്ക് ലഭിക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ഡാറ്റയാണ്. ഓക്കെ, ഇത് 366 ലൈനായിട്ട് വരുന്ന ഡാറ്റയാണ്. ഇതിലിപ്പോൾ നമുക്ക് ഐറ്റം ഗ്രൂപ്പ് ഉണ്ട്, ടോട്ടൽ ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ ടോട്ടൽ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു 64,37,000. അപ്പോൾ ഒരു വലിയൊരു എമൗണ്ടാണ്. ഇതിനെ ഞാൻ ഫിൽറ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഒരു എക്സാമ്പിൾ ഒരു ബ്രാൻഡിൻ്റെ, ദാറ്റ് മീൻസ് ഒരു ആപ്പിൾ ബ്രാൻഡിന് മാത്രം ടോട്ടൽ എമൗണ്ട് ലഭിക്കണേ. ഇവിടെ നമുക്ക് എമൗണ്ട് ലഭിക്കില്ല. സാധാരണ നമ്മൾ ചെയ്യാറ് ഇതിന് എമൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എമൗണ്ടാണ് ടാസ്ക് ബാറിൽ കാണാതെ ചെയ്യാറ്. ഇതിന് നമുക്കൊരു സിമ്പിളായിട്ട് ടെക്നിക്ക് ഉണ്ട്. ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാണ്. സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ടോട്ടൽ ഈക്വൽ ടു സബ് ടോട്ടൽ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ നമ്പറിൻ്റെ അവിടെ നമ്മൾ 109 ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. 109 ആണ് സമ്മിൻ്റെ ഫംഗ്ഷൻ. സബ് ടോട്ടൽ സമ്മിൻ്റെ ഫംഗ്ഷൻ 109 ആണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം. ഇവിടെ 109 ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 109 ടൈപ്പ് ചെയ്യുക. കോമ ടൈപ്പ് ചെയ്ത് നമ്മൾ റേഞ്ച് ഫുൾ സെലക്ട് ചെയ്യുക. അതായത് എമൗണ്ട് വരുന്ന റേഞ്ച് ഏതാണ് അത് ഫുൾ സെലക്ട് ചെയ്യുക. ഈ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ബിലോ എൻ്റെ വരെ എത്തിക്കുകയാണ്. ഓക്കെ, ബിലോ എൻ്റെ ഇത് അട്ടർ ഷിഫ്റ്റ് ഡൗൺ ആരോ അടിച്ചായി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ലഭിക്കും. ഇപ്പോൾ നമുക്ക് താഴത്തിൽ ലഭിച്ച ടോട്ടൽ എമൗണ്ട് തന്നെയാണ് ഇവിടെ ലഭിക്കുക. ഇവിടെ ഞാൻ ഫിൽറ്റർ ചെയ്യുകയാണ്. ഞാനിപ്പോൾ വീണ്ടും ഒരു ഫിൽറ്റർ ഓപ്ഷനിലേക്ക് വരികയാണ്. ഓൾറെഡി അടിച്ച ഫിൽറ്റർ. ഇവിടെ ഞാൻ ഫിൽറ്റർ ബ്രാൻഡിൽ ഫിൽറ്റർ വന്നിട്ട് ആപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കാണാം കേക്കുള്ളതിൽ എൻ്റെ എമൗണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ആപ്പിളിൻ്റെ അതേ എമൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ആപ്പിളും മൈക്രോമാക്സും ഇവിടെ എത്ര വിറ്റെന്ന് പറയാൻ വേണ്ടി നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ടൈം സേവിങ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. പലപ്പോഴും നമുക്ക് ആവശ്യം വരാറുണ്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആവശ്യം വരാറുണ്ട്. പക്ഷേ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. ഈ സബ് ടോട്ടൽ ഫോർമുല ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. സോ ഈ ഫോർമുല നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് വരും. ഇത് തന്നെ സബ് ടോട്ടൽ ഫോർമുല നമുക്ക് വേറൊരു ഓപ്ഷനോട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ റേഞ്ചാണ് ഉപയോഗിച്ചത്. നമ്മൾ മുമ്പത്തെ പഴയ ലെസണിൽ ഡിസ്കസ് പോലെ ഞാൻ ഇവിടെ നെയിം റേഞ്ച് ടൈപ്പ് ചെയ്യാണ്. ടോട്ടൽ കോളത്തിന് സെലക്ട് ചെയ്തിട്ട് ഒരു നെയിം റേഞ്ച് കൊടുക്കുകയാണ്. നമ്മളിവിടെ എമൗണ്ട് വന്നിട്ട് AMT എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം നമുക്ക്. ഇപ്പോൾ നെയിം ബോക്സിൽ ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്തു. ഞാൻ ഈ കൊടുക്കാൻ പോകുന്ന റേഞ്ച് ഇതുപോലെ തന്നെ ഫോർമുലയിൽ സബ് ടോട്ടൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ 109 ടൈപ്പ് ചെയ്ത് കോമ എമൗണ്ട് എഴുതുന്നു. എമൗണ്ട് ഓട്ടോമാറ്റിക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെയിം റേഞ്ച് സെലക്ട് ചെയ്യും. ഇനി ഇത് സെയിം തന്നെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇതിൽ ഞാൻ വേറൊരു അഡീഷണൽ ഡാറ്റ ആഡ് ചെയ്യേണ്ടി വരികയാണ്. കോപ്പി ചെയ്തിട്ട് താഴത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡിഫറൻസ് കാണാം. ഇവിടെ നമ്മൾ മാനേജറിൽ നെയിം ഇട്ടതുകൊണ്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഡിഫറൻസ് വരും. ഇപ്പോൾ കോളത്തിലെ എമൗണ്ട് ഡിഫറൻസ് വന്നിട്ടില്ല, ബിക്കോസ് അത് റേഞ്ച് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് എവിടെയൊക്കെ നെയിം മാനേജർ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റേഷൻ വർക്ക്, ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നെയിം മാനേജർ ഉപയോഗിച്ച്. ഇപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ഫിൽറ്റർ ചെയ്താലും എനിക്ക് ഇത് സെയിം നമ്പർ കിട്ടും. ഓക്കെ, ഫൈൻ, ബൈ.